ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് തണ്ണീർമുക്കം ഫെസ്റ്റിൻ്റെ ഒരു വ്ളോഗാണ്. ആദ്യമായിട്ടാണ് തണ്ണീർമുക്കത്ത് ഇതുപോലൊരു ഫെസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ടോട്ടൽ 5 ദിവസത്തെ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 2 ദിവസം മാത്രമേ വന്നുള്ളൂ, 4ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും. അപ്പോൾ ആ ദിവസത്തെ പ്രോഗ്രാമൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ ദിവസത്തെ പരിപാടിയാണ്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്നു. അവളുടെ കസിൻ ചേട്ടൻ്റെ പ്രോഗ്രാമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ വന്നത് തന്നെ മോമോസ് കഴിക്കാനായതുകൊണ്ട് നേരെ മോമോ കോമോ എന്ന് പറയുന്ന ആ കടയിലോട്ട് പോയി. ഞങ്ങൾ ഈ വന്ന സമയത്ത് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ മോമോസ് വാങ്ങാനും ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വാങ്ങിയത് ഒരു സ്റ്റീംഡ് മോമോസും ഒരു ചീസ് മോമോസും ആയിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടത് ചീസ് മോമോസാണ്. സാധാരണ പുറത്തുനിന്ന് കഴിച്ചതിനേക്കാളും കുറച്ചുകൂടി വലിയ മോമോസാണ് ഇവിടെ. അതുപോലെ തന്നെ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നു. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ചു. നമ്മളെപ്പോലെ കുറേ പേര് അവിടെ പരിപാടിയൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമയം പോകാനും രാത്രിയൊക്കെ ആയപ്പോഴാണ് കുറച്ചുകൂടെ തിരക്കായത്. പിന്നെ വർത്താനം പറയാൻ ഒരു കൊച്ചിനെയും കൂടെ കിട്ടിയപ്പോൾ അവരുമായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വയലിൻ പ്രോഗ്രാം കാണാനായിട്ട് വേദി 1 പോയി. അവിടെ അപ്പോഴും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതോടെ ആ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വേദി 2 പോയത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ പ്രോഗ്രാമൊക്കെ തീരാറായി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഡേയുടെ വ്ളോഗ്. പിന്നെ ലാസ്റ്റ് ദിവസത്തെ ഒരു ചെറിയ വ്ളോഗാണ്. എല്ലാ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ആദ്യം വേദി 1 പോയത്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരുടെയോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയില്ല. നേരെ ഞങ്ങൾ വേദി 2 പോയത്. ആകെ മൊത്തം ഒരു ഉത്സവത്തിൻ്റെ ഫീലായിരുന്നു. പിന്നെന്താ പറയുക, കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു. ബജ്ജിക്കട ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കോളിഫ്ലവർ ബജ്ജി വാങ്ങി. എന്നിട്ട് അതും കഴിച്ചുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പിന്നെ ജൈൻറ്റ് വീൽ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ കയറാൻ പറ്റിയ കുറേ സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നാടൻപാട്ട് കാണാനായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നമുക്ക് നിൽക്കാൻ കൂടെ പറ്റത്തില്ല, അത്രയും തിരക്കായിരുന്നു. നിന്നിട്ടാണ് ഭയങ്കര ചൂടും. ഇവിടെ വേദി 2 നാടൻപാട്ടായിരുന്നു പ്രോഗ്രാം. ഇവിടെ അതുൽ നാറുകരയുടെ നാടൻപാട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ നല്ലപോലെ ഉണ്ടായിരുന്നു. നമുക്ക് നിൽക്കാൻ പറ്റാത്ത പൊടിയും ചൂടും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ കയറി. ഇവിടെ ദോശ, മസാല ദോശ, തലശ്ശേരി ബിരിയാണി അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഇവിടെ ജെട്ടിയുടെ അവിടെ വന്നു. അവിടെയും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് ബണ്ടയിലോട്ട് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോന്നു. തണ്ണീർമുക്കം ഫെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇനി വെച്ചൂർ ഫെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫെസ്റ്റിന് വരാത്തവരാണെങ്കിൽ വെച്ചൂർ ഫെസ്റ്റിന് വന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.